വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തി. ബാംഗ്ലൂരിലെ പരിശോധനയ്ക്ക് തെളിവെടുപ്പിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലെത്തിയത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി നീട്ടാൻ അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ഡി ബിനോയ്, അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ കേസ് മാറിയിരിക്കുന്നത്. എന്തായാലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയെന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ബിനോയ്? ബംഗളൂരിലെ ബംഗളൂരിലെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ നേരെ ചെന്നൈയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ തെളിവെടുപ്പ് നടക്കുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ചെമ്പുപാളികളിൽ നിന്നും സ്വർണം വേർതിരിക്കുകയും ഒരു 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരികെ നൽകുകയും ചെയ്തത്. അതുകൂടാതെ ബാക്കി വരുന്ന 336 ഗ്രാം ഉപയോഗിച്ച് ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചായിരുന്നു. എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും ആസ്ഥാനത്തും എത്തിച്ചിരിക്കുന്നത്. ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേസ് അന്വേഷിക്കുന്ന SP ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. നേരത്തെ കേരള പോലീസിലുള്ളവരായിരുന്നു. ബംഗളൂരിലെത്തിയപ്പോഴേക്കും അവിടെ ബംഗളൂരുവിലെ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം വലിയ തരത്തിലെ അട്ടിമറി നടന്നിരിക്കുന്നതും സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചതും ഒക്കെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ നിന്നാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ നിന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം തിരികെ വാങ്ങി കൊണ്ടുപോകുന്നത്. അത് പിന്നീട് ബല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് വിൽക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോഴും പരിശോധനയും ഒപ്പം തന്നെ തെളിവെടുപ്പും പുരോഗമിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ഉണ്ട്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാകത്തില്ല എന്നുള്ള വിവരം ആണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാൻ പോകുന്നത്. കാരണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. വലിയ തരത്തിലുള്ള ഒരു കൊള്ള നടന്നിരിക്കുന്നു, ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റാന്നി കോടതിയെ സമീപിക്കും. ഒപ്പം 28-ാം തീയതിയോടുകൂടി തന്നെ മുരാരി ബാബുവിനെയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കും. അങ്ങനെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ പ്രത്യേക വാഹനത്തിലൊന്നുമല്ല കൊണ്ടുപോയത്. SP-യുടെ വാഹനത്തിൽ തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് പ്രത്യേക സംഘവും പറയുന്നത്. ഇന്നും നാളെയും ചെന്നൈയിൽ തന്നെ ഈ അന്വേഷണ സംഘം തുടരും. കാരണം ഇവിടെ 1-2 സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെമ്പുപാളികൾ പ്രദർശിപ്പിക്കുകയും ഒപ്പം അവിടെ നേർച്ച ഇടാനുള്ള അവസരം ഒരുക്കുകയും അവിടെ പൂജ നടത്തുകയൊക്കെ ചെയ്തു. ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നൊരു ആവശ്യം കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് അവിടെ തന്നെ തുടരും, നാളെയും അവിടെ തന്നെ ഉണ്ടാകുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പൂർണ്ണമായ തോതിൽ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സംഘം കേരളത്തിലേക്ക് മടങ്ങുക. ശരി ബിനോയ്, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തി. ബാംഗ്ലൂരിലെ പരിശോധനയ്ക്ക് തെളിവെടുപ്പിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലെത്തിയത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി നീട്ടാൻ അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 2 ദിവസങ്ങളിലായി ഇന്നും നാളെയുമായി ചെന്നൈയിൽ തന്നെ തുടരും എന്നതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ പല സ്ഥലങ്ങളിലായി അല്ലെങ്കിൽ വരുന്ന വഴിയിൽ പല ഇടങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെമ്പുപാളി പ്രദർശന വസ്തുവാക്കിയിട്ടുണ്ട്. അതും എന്തായാലും അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഡി ബിനോയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമലയിൽ നിന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ച സ്വർണം കണ്ടെത്തി. സ്വർണം വിട്ട കർണാടക ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റോധം ജ്വല്ലറിയിൽ നിന്ന്